Hi friends, welcome to our channel. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി ഒരു വീഡിയോ ആണ്. അപ്പോൾ ഒരുപാട് പേരുടെ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു ഹോം മെയ്ഡ് ആയിട്ടുള്ള നല്ല ലിപ് ലൈറ്റനിങ്ങിലുള്ള ഒരു ലിപ് ബാം ഷെയർ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോം മെയ്ഡ് ആയിട്ടുള്ള ഒരു ലിപ് ബാം ആണ്. നമ്മുടെ വീട്ടിലെ രണ്ടേ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കാനായിട്ട് പറ്റുന്ന അടിപൊളി നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ലിപ് ബാം ആണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ലിപ് ബാം ഒരു 5 വയസ്സ് മുതൽ മുകളിലേക്കുള്ള എല്ലാ ഏജിലുള്ളവർക്കും യൂസ് ചെയ്യാം. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ വന്നിട്ട് നമുക്ക് ഈ ഒരു ലിപ് ബാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമൽ ടെമ്പറേച്ചറിൽ 3 മാസം വരെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ടും പറ്റും. കാരണം അത്രയും കേടുകൂടാതെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മാത്രം മതിയാവും. നമുക്ക് 3 മന്ത് വരെ നോർമൽ ടെമ്പറേച്ചറിൽ സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പൊ നമുക്ക് ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. എൻ്റെ ഹെയറിന് ഞാനൊരു ഹെയർ പാക്ക് ഇട്ടിട്ടുള്ള ഇതാണ് കേട്ടോ, വഴിയെ ഷെയർ ചെയ്യാമേ. അപ്പം നമുക്ക് ഈ ഒരു ലിപ് ബാം കൊണ്ടുള്ള ബെനിഫിറ്റ് വെക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ലിപ്പിൽ ഉണ്ടാവുന്ന പിഗ്മെന്റേഷൻ മാറാനും റിങ്കിൾസ് മാറാനും ഒക്കെ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലിപ്പ് നന്നായിട്ട് ലൈറ്റൻ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. നല്ലൊരു പിങ്ക് കളറിലൊരു ലിപ്പ് കിട്ടാനൊക്കെ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പിന്നെ വന്നിട്ട് നമ്മൾ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് ലിപ്സ്റ്റിക് ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന്റെ ബെനിഫിറ്റ് നഷ്ടപ്പെടും കേട്ടോ. നമ്മൾ നല്ലൊരു നാച്ചുറൽ മെത്തേഡ് യൂസ് ചെയ്തിട്ട് അതിന്റെ മേലെ കെമിക്കൽ അപ്ലൈ ചെയ്യുകയാണെങ്കിലുള്ള ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ടല്ലോ. ഇനി ഒത്തിരി സംസാരിച്ച സമയം കളയാതെ നമുക്ക് ഈ ഒരു ലിപ് ബാം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ഒരു ബെല്ലൈക്കൺ വരെ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയെങ്കിലാണ് പുതിയ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് വീഡിയോസിന്റെ എല്ലാം നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. വീഡിയോസ് എല്ലാം മിസ് ചെയ്യാതെ കാണാനും പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് അതിനായിട്ട് ആദ്യം വേണ്ടത് ബീട്രൂട്ടിൻ്റെ ജ്യൂസാണ്. അപ്പോൾ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ബീട്രൂട്ട് ലിപ് ബാമാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു ഇടത്തരം വലിപ്പത്തിലുള്ള ബീട്രൂട്ട് എടുത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിനെ ചെറിയ പീസാക്കി മിക്സിയുടെ ജാറിൽ വെള്ളം ചേർക്കാതെ അരച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അരച്ചെടുത്ത് അതിനെ പേസ്റ്റാക്കി എടുക്കുക. അതിനുശേഷം നമ്മളൊരു ക്ലോത്ത് വെച്ചിട്ട് അതിനെ അരിച്ചെടുക്കുക. ഒരു തുണിയിൽ പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസ് മാത്രമാക്കി എടുക്കുക. ഒട്ടും ചണ്ടി ഉണ്ടാവാൻ പാടില്ല കേട്ടോ. അതല്ലെങ്കിൽ വളരെ ചെറിയ കണ്ണുകളുള്ള അരിപ്പയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ അരിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് ഒരു ചീനച്ചട്ടി എടുക്കുക. ചൂട് കട്ടിയുള്ള പാനോ ചീനച്ചട്ടിയോ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളൊരു പാത്രം എടുക്കുക. അതിനകത്തേക്ക് നമ്മൾ ഈ ഒരു ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ ഏകദേശം എനിക്കൊരു 1/2 കപ്പോളം ബീട്രൂട്ട് ജ്യൂസാണ് ഒരു ഇടത്തരം വലുപ്പത്തിലുള്ള ബീട്രൂട്ടിൽ നിന്ന് കിട്ടിയേക്കുന്നത്. ഇത് നമുക്ക് ഏകദേശം ഒരു 16 ഗ്രാമോളം അല്ലെങ്കിൽ ഒരു 20 ഗ്രാമോളം ലിപ് ബാം തയ്യാറാക്കാനായിട്ട് പറ്റും കേട്ടോ. ഇനി നമ്മളിത് അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ഇതിനൊന്ന് തിളപ്പിച്ച് നന്നായിട്ട് ഇതിനെ വറ്റിച്ചെടുക്കണം. ഒരുപാട് അങ്ങ് വറ്റിപ്പോകരുത്. വളരെ തിക്കായിട്ട് ലൂസ് ഫോമിലാവുന്നത് വരെ നമ്മളൊന്ന് തിളപ്പിക്കുക. അതായത് നമ്മളിപ്പോൾ തിളപ്പിക്കാൻ വെച്ചതിൻ്റെ 4/1 ഇത് വറ്റുന്ന സമയത്ത് നമുക്കിതിനെ ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ നമുക്ക് ഇതേപോലെ ഒരു തിക്കായിട്ടുള്ളൊരു ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഇതിനെ വറ്റിച്ച് 4/1 മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിൽ വിട്ട് വേണം നമുക്കിത് ചെയ്യാനായിട്ട് കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് അടുക്കി പിടിച്ച് കരിഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നെക്സ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഒരു സ്റ്റീലിൻ്റെ ബൗളോ അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് ബൗളോ എടുക്കുക. അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഷിയ ബട്ടർ അല്ലെങ്കിൽ കോക്കോ ബട്ടർ. നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളൊരു ബട്ടർ എടുക്കാം. ഇത് രണ്ടും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വാസലിൻ ഉണ്ടെങ്കിൽ വാസലിൻ എടുക്കാം. അപ്പോൾ വാസലിൻ ഉപയോഗിക്കുമ്പോൾ ചിലർക്ക് ലിപ്സിൽ കറക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടാവുന്ന അനുസരിച്ച് കേട്ടോ. അപ്പോൾ ഷിയ ബട്ടറും കോക്കോ ബട്ടറും ഇല്ലാത്തവർക്ക് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ വാസലിനോ ഇതിന് പകരമായിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് 2 ടേബിൾ സ്പൂണോളം ഷിയ ബട്ടറാണ് ഇപ്പോൾ എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഷിയ ബട്ടർ എടുക്കുക. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ മാതിരി 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയോ അതല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ വാസലിനോ എടുക്കാം. ഇനി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എസൻഷ്യൽ ഓയിലിന് പകരം റോസിപ്പ് ഓയിലാണ്. അപ്പോൾ ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ എസൻഷ്യൽ ഓയിലിന് പകരം ചേർക്കാൻ എന്ത് എസൻഷ്യൽ ഓയിൽ ഉണ്ടെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം, സ്കിന്നിന് സ്യൂട്ടാവുന്ന. ഇതൊന്നും ഇല്ലെങ്കിൽ വിറ്റമിൻ ഇയുടെ ഒരു ക്യാപ്സ്യൂൾ പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇത് രണ്ടും ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. ഇല്ലെങ്കിൽ നമ്മുടെ ഒരു വാസലിനോ വെളിച്ചെണ്ണയോ എടുക്കുക, അത് മാത്രമായിട്ട് എടുക്കുക. ഇനി നമ്മൾ അതിലേക്ക് രണ്ടാമത് ചേർത്ത് കൊടുക്കേണ്ടുന്നത് അല്ലെങ്കിൽ നെക്സ്റ്റ് ചേർത്ത് കൊടുക്കേണ്ടുന്നത് നമ്മൾ തിളപ്പിച്ച് വറ്റിച്ച് വെച്ചിരിക്കുന്ന ബീട്രൂട്ടിൻ്റെ ജ്യൂസാണ്. അത് എത്രത്തോളം ഉണ്ടോ അത്രത്തോളം ഫുള്ളായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ സൂക്ഷിച്ച് ചെയ്യണം. ആ ഒരു ഇതിൽ തന്നെ ഫോളോ ചെയ്യണമെങ്കിലാണ് നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടത്തുള്ളൂ കേട്ടോ. ഇതിനെ നമ്മൾ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സിങ് കൊടുക്കണം കേട്ടോ. നല്ലപോലെ തന്നെ ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
എന്നിട്ട് നമ്മൾ അടുത്തത് ചെയ്യാനുള്ളത് ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ച് അതിലേക്ക് ഡബിൾ ബോയിലിങ്ങിന് വേണ്ടിയിട്ട് വെക്കുക എന്നുള്ളതാണ് കേട്ടോ. ഒരു പാത്രത്തിൽ നന്നായിട്ട് വെള്ളം തിളപ്പിച്ചതിന് ശേഷം ഈ ഒരു ബൗൾ അതിലേക്ക് ഇറക്കി വെക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് അലിഞ്ഞ് കിട്ടും. നമുക്ക് ഈ ഒരു ഷിയ ബട്ടറും നമ്മുടെ ബീട്രൂട്ട് ജ്യൂസും റോസിപ്പ് ഓയിലും കൂടെ ചേർന്ന് നല്ലപോലെ മിക്സായിട്ട് നല്ലൊരു ലിപ് ബാമിൻ്റെ നല്ല തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിൽ കിട്ടും കേട്ടോ. അപ്പോൾ അതിന് നമ്മൾ നന്നായിട്ട് ഇതേപോലെ വെച്ചിട്ട് നല്ലപോലെ തന്നെ ഇളക്കി കൊടുക്കണം. ഈ ഒരു എന്താ പറയുക സ്റ്റെപ്പ് നമ്മൾ ഒട്ടും മിസ്സാക്കരുത് കേട്ടോ. ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഞാൻ ഏകദേശം ഒരു 10 മിനിറ്റോളം ഇളക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അപ്പോഴാണ് നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടുന്നത്. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ജലാംശമൊന്നും ഇല്ലാത്ത ഏതെങ്കിലും കണ്ടെയ്നറിലേക്ക് നിങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കുക. അപ്പോൾ എൻ്റെ അടുത്ത് പണ്ട് ഉപയോഗിച്ചിരുന്നൊരു ലിപ് സ്ക്രബിൻ്റെ ഒരു കണ്ടെയ്നറും അതുപോലെ തന്നെ ഒരു ലിപ് ബാമിൻ്റെ കണ്ടെയ്നർ ഉണ്ടായിരുന്നു. അത് ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് അതിലേക്കാണ് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് പണ്ടെപ്പോഴും ഉപയോഗിച്ച ന്യൂട്രിജീനയുടെ ലിപ് ബാമിൻ്റെയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് രണ്ടിലേക്കാണ് ഞാൻ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നത്. എന്നിട്ട് നിങ്ങൾക്ക് നോർമൽ ടെമ്പറേച്ചറിൽ ഒരു 10 മിനിറ്റോ 20 മിനിറ്റോ വയ്ക്കുമ്പോൾ ഇത് സെറ്റാവും. അതല്ലെങ്കിൽ ഫ്രീസറിൽ ഒരു 10 മിനിറ്റ് വെച്ചാലും മതിയാവും. അപ്പോൾ നിങ്ങളുടെ ചോയ്സ് പോലെ കേട്ടോ. ഇനി നമുക്ക് എങ്ങനെയാണ് ഫേസിൽ യൂസ് ചെയ്യണേന്ന് നോക്കാം. ലിപ്പിൽ യൂസ് ചെയ്യണേന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ എങ്ങനെയാണ് ലിപ് ബാം തയ്യാറാക്കി എന്നുള്ള കാര്യം. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ലിപ് ബാം തയ്യാറാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. എങ്കിലാണ് നമുക്ക് നോർമൽ ടെമ്പറേച്ചറിൽ 3 മന്ത് വരെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ലിപ് ബാം ഇപ്പം ഞാൻ 2 കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്യാനുള്ള ലിപ് ബാം ഏകദേശം ഇട്ടിട്ട് ഒരു 16 ഗ്രാമോളം ഉള്ള ലിപ് ബാമാണ് നമ്മൾ തയ്യാറാക്കി വെക്കുന്നത്. അപ്പോൾ ഇനി ഇത് ഉപയോഗിക്കേണ്ടത് നമുക്കറിയാലോ, നമുക്ക് ഒരു ദിവസം എത്ര പ്രാവശ്യം വേണമെങ്കിലും നമ്മുടെ ലിപ്പിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ആദ്യം നമ്മുടെ ആ ഒരു എന്താ പറയുക ട്യൂബിലുള്ള ലിപ് ബാമാണ് എടുക്കുന്നത് കേട്ടോ. നല്ല പിങ്ക് കളറിലുള്ള ലിപ് ബാമാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഒരു പ്രാവശ്യം ഒന്നും ഇങ്ങനെ ഓടിച്ച് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഇന്ന് ഒരു മിനിറ്റ് ഞാൻ ഒന്ന് കണ്ണാടി എടുത്തോട്ടെ. നല്ല ലിപ്പ് നല്ല ഗ്ലോസി ആയിട്ടിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ലിപ്സിൽ നന്നായിട്ട് ഡീപ്പായിട്ട് ഹൈഡ്രേറ്റിംഗ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ലിപ്സിൽ അതുകൊണ്ടുണ്ടാവുന്ന റിങ്കിൾസ്, നമ്മുടെ ലിപ്സ് എത്രത്തോളം ഡ്രൈ ആവുന്നു അത്രത്തോളം നമുക്ക് റിങ്കിൾസ് കൂടും. അപ്പോൾ എപ്പോഴും നല്ല മോയ്സ്ചറൈസേഷൻ നല്ല ഹൈഡ്രേഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ ലിപ്സിൽ ചുളിവുകൾ പെട്ടെന്ന് മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നന്നായിട്ട് നല്ലൊരു ലിപ് ഗ്ലോസ് ഇട്ട മാതിരി നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ നമുക്ക് ഈ ഒരു ലിപ് ബാം ഇട്ട് പുറത്തും പോകാനായിട്ട് പറ്റും. പിന്നെ ഞാൻ 8 ഗ്രാമിൻ്റെ തന്നെ വേറൊരു ചെറിയ ബോട്ടിലിനകത്താണ് കണ്ടോ, ഇതുപോലെ ഒരു ബോട്ടിലിനകത്താണ് തയ്യാറാക്കി. അതും നമുക്ക് ഇതേമാതിരി കുറച്ചൊന്ന് എടുക്കാം കണ്ടോ. ഇത് നമുക്ക് ലിപ്സിൽ അപ്ലൈ ചെയ്യാം. നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് വൈപ്പ് ഓഫ് ചെയ്ത് കളയാ കണ്ടോ. അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. അപ്പം നമ്മുടെ ചെറിയ ബേബീസിന് ഒരു 5 വയസ്സ് മുതലുള്ളവർക്ക് മതിയാവും. കാരണം അതിന് താഴെയുള്ള കുട്ടികളുടെ സ്കിൻ എപ്പോഴും നല്ല ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കും. പിന്നെ ചില കുട്ടികൾക്ക് മാത്രമേ ഡ്രൈ സ്കിൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ നന്നായിട്ട് ഡീപ്പായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യാനൊക്കെ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മളെ വീട്ടിലെ 2 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇനി ഒരു പുതിയ വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.